ശ്രീ കെ ബാലകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് തത്സമയം. ശ്രീ കെ ബാലകൃഷ്ണൻ, വി.എസ്. അച്യുതാനന്ദൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനെ പിൻപറ്റി നടന്നവരെല്ലാവരും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വി.എസ്. പറഞ്ഞുകൊടുത്ത രാഷ്ട്രീയം പിൻപറ്റാൻ ഇവിടെ ആയിരങ്ങൾ ബാക്കിയുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യനിമിഷങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. വലിയ ചുടുകാട് നമുക്കറിയാം. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ത്യാഗനിർഭരമായ സ്മരണകൾ ഉറങ്ങുന്ന ഇടമാണ് വി.എസിൻ്റെ. നേരത്തെ ശ്രീ എം.എൻ. കാരശ്ശേരി പറഞ്ഞതുപോലെ വി.എസിനെ കണ്ടെത്തിയ, വി.എസിനെ വഴി നടത്തിയ സഖാക്കളുടെ സഖാക്കൾ എന്ന് പറയുന്ന അത്രയും ഉയർന്ന കമ്മ്യൂണിസ്റ്റുകൾ വരെ ഉറങ്ങുന്ന ഇടം, കെ ആർ ഗൗരിയമ്മ വരെയുള്ള ആളുകൾ വരെ ഉറങ്ങുന്ന ഇടത്തേക്ക്, വലിയ ചുടുകാട്ടിലേക്കാണ് വി.എസ്. മടങ്ങുന്നത്. അത്രയും തീവ്രമായ രാഷ്ട്രീയ വൈകാരികത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് വി.എസിൻ്റെ മടക്കം. അങ്ങ് എങ്ങനെയാണ് ഈ നിമിഷങ്ങളെ കാണുന്നത്? കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിൽ കാണുന്നത് ഒരുപക്ഷെ മുമ്പ് ഒരു സ്ഥലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വൈകാരിക പ്രവാഹം ആണ് കേരളത്തിൽ അങ്ങോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മിനിയാന്ന് വൈകിട്ട് 5 മണിക്ക് ആരംഭിച്ചിട്ടുള്ള ജനപ്രവാഹമാണ്. ജനലക്ഷങ്ങൾ ഇതുവരെ ഒരുപക്ഷെ ലോകത്തിൽ മറ്റേതെങ്കിലും ഒരു നേതാവിന്, മറ്റേതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ഇത്തരത്തിലുള്ളൊരു അന്ത്യയാത്ര ലഭിച്ചിട്ടുണ്ടാവുമോ എന്നത് സംശയമാണ്. വി.എസിനെ സംബന്ധിച്ചിടത്തോളം വി.എസ്. ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം ഉയർത്തിയ ആദർശങ്ങൾ, അതിൻ്റെ കാര്യങ്ങളാണ് വി.എസ്. ഉയർത്തിയത്. അതിൻ്റെ പ്രതിനിധി, ഒരു വിപ്ലവകാരി എന്ന നിലയിൽ, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എന്ന നിലയിൽ തൊഴിലാളി വർഗത്തിൻ്റെ, അതുപോലെ തന്നെ നിസ്വ ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളാണ് വി.എസ്. ഉയർത്തിയത്. നേരത്തെ കാരശ്ശേരി സാർ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിസ്ഥിതിയുടെ രാഷ്ട്രീയം വി.എസ്. ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് വലിയ രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ എൻഡോസൾഫാൻ്റെ വിഷയമായാലും അത് മറ്റ് തരത്തിലുള്ള വിഷയം, അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരിസ്ഥിതിയായി പറയുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കാർഷിക രംഗത്തുള്ള നമ്മുടെ പിറകോട്ടടി പരിഹരിക്കുന്നതിന് വേണ്ടി അതേസമയം വി.എസ്. ഉയർത്തിപ്പിടിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നമ്മുടെ നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. അത് വളരെ പ്രധാനപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ അത് വേണ്ട രീതിയിൽ നമുക്കറിയാം. 9 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന നമ്മുടെ നെൽപ്പാടങ്ങൾ 2 ലക്ഷം, 2.5 ലക്ഷം ആയിട്ട് കുറഞ്ഞപ്പോൾ ആണ് വി.എസ്. വെട്ടിനിർത്തൽ സമരം എന്ന് പരിഹസിക്കപ്പെട്ട, നമ്മളെ ഇന്ന് വി.എസിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ പലപ്പോഴും ഉയർത്തി പറയുന്ന പലരും പോലും അതിനെ വെട്ടിനിർത്തൽ സമരം എന്ന് പരിഹസിക്കുകയും വെട്ടിനിർത്തൽ നായകൻ എന്ന് വി.എസിനെ ആക്ഷേപിക്കുകയും ചെയ്യേണ്ടായി. വാസ്തവത്തിൽ വി.എസ്. അന്ന് ഒരു വളരെ പ്രതീകാത്മകമായി നമ്മുടെ നെൽപ്പാടത്ത് മറ്റ് നാണ്യവിളകളുമായി ബന്ധപ്പെട്ട നികത്തിയിട്ട്, നെൽപ്പാടം നികത്തി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് പ്രതീകാത്മകമായി ഒരു സമരം നടത്തിയതാണ് വെട്ടിനിർത്തൽ സമരമായി ആക്ഷേപിക്കപ്പെട്ടത്. വാസ്തവത്തിൽ വി.എസ്. അധികാരത്തിൽ വന്നപ്പോൾ, വി.എസ്. 2006 അധികാരത്തിൽ വന്നപ്പോൾ 2008 ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2008 നെല്ല് സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുണ്ടാക്കുകയും അതുപോലെ തന്നെ ഈ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തുന്നതിനെതിരായിട്ടുള്ളൊരു നിയമം കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരു കാലത്ത് വി.എസ്. നെൽപ്പാടങ്ങൾ നികത്തുന്നതിനെതിരായിട്ട് സമരം നടത്തിയപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രമുഖരായ പത്രപ്രവർത്തകൻ, എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എൻ്റെ വയൽ വി.എസിനെ ഏൽപ്പിക്കാം, വി.എസ്. കൃഷി ലാഭകരമായി കാണിക്കണം എന്ന് MP നാരായണപിള്ള പണ്ട് എഴുതുകയുണ്ടായി. അപ്പോൾ അത് കാരണം വി.എസ്. വെറുതെ ഒരു മുദ്രാവാക്യം ഉയർത്തിയതാണെന്ന രീതിയിലാണത് പറഞ്ഞത്. പക്ഷേ വി.എസ്. വെറുതെ ഉയർത്തിയൊരു മുദ്രാവാക്യമല്ല, അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഉയർത്തിയൊരു മുദ്രാവാക്യമായിരുന്നു. അത് വി.എസിന് വലിയ രീതിയിലുള്ള വി.എസ്. ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു നയം എന്ന നിലയിൽ അത് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമായോ എന്നുള്ളത് വേറെ കാര്യമാണ്. അതുപോലെ ഓരോ കാര്യത്തിലും കേരളത്തിൻ്റെ